അടി ഈ പൈസ അവർക്ക് മതിയാവുക. കയ്യും കാലടിച്ചു കൊടുക്കാനല്ലേ ഇതിന് മതിയാവും. നമ്മളെ കണക്ക് വാശി വഴി തന്നെയല്ലേ നേരത്തെ. ഇതുകൊണ്ട് അവസാനത്തെ നേരത്താണ്. അവിടെ നീ അവരോടെല്ലാം പറഞ്ഞ സെറ്റ് ആക്കിയിട്ടില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ് സെറ്റാക്കി. അവരെ അപ്പുറം ഉണ്ട്, നമുക്ക് പോവാ. നിങ്ങളെയല്ലേ നമ്മ കാത്തിക്കുന്നത്. എല്ലാടും നിങ്ങളൊരു കൊട്ടേഷൻ ഏൽപ്പിച്ച അതിന്റെ ഉത്തരവാദിത്തം വേണ്ടേ? നമ്മ തിരക്കില്ല ഗുണ്ടകളാടാ. എടാ പൈസ വേണമെന്നില്ലടാ. എനിക്ക് കാര്യം പറയാം. നിങ്ങളെ മാഷ ഇപ്പൊ നമ്മ എന്താ ചെയ്യണ്ട്? മാഷല്ലേ വരല്? നമ്മളെ മാഷി ഇപ്പൊ ഇതിലേ വരും. കണക്ക് വാശാണ്. കയ്യും കാലടിച്ചു വിളിച്ചാൽ മതി. നിങ്ങള് പറഞ്ഞ പൈസ കുറച്ച് കുറവുണ്ട്. എന്താടാ കൊട്ടേഷൻ കടാ? ഇവനാണ് ഐസും ചോക്കോബാർ വാങ്ങിയ പൈസ കൊടുത്തത്. ഇല്ലെങ്കിൽ മൊത്തം പൈസ ഉണ്ടാകുന്ന. ഈ പൊടിപ്പിള്ളറ കൊട്ടേഷൻ വരെ എടുക്കേണ്ട അവസ്ഥയായി പോയി നമുക്ക്. എന്തായാലും നമ്മക്ക് ശേഷം നല്ലൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. അതന്നെ ഒരു സമാധാനം. മാഷ പേർന്നാടാ? മധു. ബടാ ഒരു പണിയുണ്ട്. എന്താ മക്കളെ നിങ്ങൾ എല്ലാരും കൂടി? എനിക്ക് നിങ്ങൾ ആരും മനസ്സിലായില്ലല്ലോ. മാഷേ, നമ്മളൊരു ചെറിയ കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാണ്. എന്ത് കൊട്ടേഷൻ? മാഷെ കയ്യും കാലം ഒച്ചെടുക്കാനുള്ള കൊട്ടേഷനാണ്. എന്താ ചെയ്യാ മാഷേ? പൈസ കിട്ടിയാൽ ഏത് റോൾ കൊടുക്കും? ഈ പാവായ എന്നെ അടിക്കാൻ നിങ്ങൾക്ക് ആരാ കൊട്ടേഷൻ തന്നത്? മാഷ് പഠിപ്പിച്ചോണ്ടിരിക്കുന്ന ഇപ്പഴത്തെ പിള്ളമാറിന്റെ മാഷേ. മാഷ് കണക്ക് മാഷാണല്ലേ? അതേപോലെ എന്ത് ചെയ്യാനാ മാഷെ? മാഷ കണക്കൂട്ടെല്ലാം തെറ്റിപ്പോയില്ലേ മാഷെ? എന്റെ മക്കൾ എന്നെ അടിക്കാൻ വേണ്ടി ഒരു കൊട്ടേഷൻ തന്നുന്ന ഞാൻ എന്തായി കേൾക്കുന്നത്? ഇപ്പം കിട്ടൂടാ മാഷിന്. ആ കയ്യെല്ലാം തല്ലി ഒട്ടിക്കണം. നീ ആ മാഷി സ്കൂളിലേക്ക് വരാൻ പാടില്ല. ഇപ്പോഴത്തെ പിള്ളേരൊന്നും നിങ്ങൾ പണ്ട് പഠിപ്പിച്ച പിള്ളേരൊന്നുമല്ല മാഷേ. ന്യൂജൻ പിള്ളേരാ. 90 കാലഘട്ടം മുതൽ ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഇതാണ് ദൈവം തരുന്ന ശിക്ഷയെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തു. പഠിപ്പിക്കുമ്പോ നോക്കിയും കണ്ടൊക്കെ പഠിപ്പിക്കണ്ട മാഷേ. അടിച്ചാ പിള്ളേരാണെങ്കിലും തിരിച്ചടിക്കും മാഷേ. കാലം മാറി. മാഷ അടിക്കാൻ മാഷ പിള്ളേർ തന്ന പൈസ ഇല്ല പണി നമുക്ക് എടുക്കണ്ടേ?